ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് ഞാനിപ്പം തിരുനാവാഴയിലാണുള്ളത്. കഴിഞ്ഞ 2 വീഡിയോയിൽ നമ്മൾ കാണിച്ചത് മാമാങ്കത്തിന്റെ ചരിത്ര ശേഷിപ്പുകളൊക്കെയാണ് കാണിച്ചത്. ഇപ്പൊ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ തിരുനാവാഴ ഒരുപാട് ഹിസ്റ്ററി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പം കൊടക്കല്ല് നിങ്ങൾക്ക് കാണിച്ചു തരണം. ഒരുപാട് കാലമായി നമ്മൾ അതായത് നമ്മുടെ മുനിയറ, നമ്മുടെ നന്നങ്ങാടി ഇതിനോടൊക്കെ ബന്ധപ്പെട്ടുള്ള സാധനമാണ് ഈ കൊടക്കല്ലും. മുനിയറിന്റെ ഒക്കെ വേറൊരു ടൈപ്പ് സാധനമാണ് കേട്ടോ ഈ കൊടക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിന്റെ ഒക്കെ ഒരു കാറ്റഗറി പെടുന്ന ഐറ്റം തന്നെയാണ്. അതായത് ഒക്കെ ഈ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളാണ്. നന്നങ്ങാടി ആയാലും ഈ നന്നങ്ങാടിയൊക്കെ അവിടെയും കാണപ്പെടും. അപ്പം ഇതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിന് മുൻപായിട്ട് നമ്മളിപ്പം ഈ കൊടക്കല്ല് തപ്പി നടക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഞാൻ ഒരുപാട് അലഞ്ഞിട്ടുണ്ട് ഈ കൊടക്കല്ല് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട്. അപ്പം അതിനോട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ മെൻഹിർ എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊരു കൂത്തുകല്ല് എന്നിട്ടുള്ള ഒരു കല്ലാണ്. അപ്പൊ ഈ കല്ലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം, എന്നിട്ട് നേരെ നമുക്ക് കൊടക്കല്ലിലേക്ക് പോവാം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ് കൂത്തുകല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കൂത്തുകല്ല്. ശരിക്ക് നിങ്ങൾ ആരും ഒന്ന് കളിയാക്കാൻ നിൽക്കേണ്ട. കാര്യം ഈ കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകത നമുക്കറിയാം. അതായത് ഇതിനോട് ആർക്കിയോളജി പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്, ഒരു സിമ്പൽ തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലത്ത് ഇവിടെ ഒരു തമ്പി എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ് ഈ ഏരിയ ഒക്കെ ഭരിച്ചിരുന്നത്. അപ്പം ഈ ഭാഗത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഐറ്റംസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സംസ്കരിച്ച ഒരു സിമ്പലായി വെച്ചിരുന്ന മീസാങ്കല്ലൊക്കെ നമ്മൾ വെക്കുന്നുണ്ട്. ഇപ്പം മരിച്ചു കഴിഞ്ഞാൽ മീസാങ്കല്ലൊക്കെ വെക്കൂലേ, അതുപോലുള്ള ഒരു സിമ്പലോ അങ്ങനെ എന്തെങ്കിലും ആവാൻ തന്നെയാണ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റും പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഈ കാര്യങ്ങളും ഈ ഡീറ്റെയിൽസൊക്കെ കുറച്ച് ഇവിടുന്ന് പറഞ്ഞു തന്നത്. കാരണം ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല. ഈ കാര്യമൊക്കെ റെഫർ ചെയ്തൊന്ന് എടുത്തു വെച്ച ഒരു വ്യക്തി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് പറഞ്ഞത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അതായത് മണിക്കിണർ മുതലേ ഞാൻ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. ഈ കൊടക്കല്ലുള്ള ആൾക്കാരോട് വരെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കല്ല് കൊടക്കല്ല് എന്താന്ന്. എല്ലാവരും പറഞ്ഞു ഇതന്നെ കൊടക്കല്ല് എന്നാണ് പറയുന്നത്. കൊടക്കല്ല് എന്താന്ന് അധികം ആൾക്കാർക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയില്ലക്ക സത്യമായിട്ടും. കാര്യം ഞാനിവിടെ വന്നിട്ട് എന്നോട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പുള്ളിക്കാരനെ അറിയാമെന്ന് പറഞ്ഞേ. ഇക്കയുടെ പേര് കമറുൽ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടുള്ളൊക്കെയാണ്, റിപ്പോർട്ടറായിട്ട് ആള്. അപ്പം പുള്ളിക്കാരുടെ അടുത്ത് ഒരു ചെറിയൊരു ഷോപ്പ് പുള്ളി നടത്തുന്നുണ്ട്. അപ്പം ആ ഷോപ്പിലേക്ക് നമ്മൾ പോയപ്പം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പുള്ളി നമ്മളോട് പറഞ്ഞത് ഞാൻ ചോദിച്ചു കൊടക്കല്ല് ചോദിച്ചപ്പം പുള്ളി ഈസി ആയിട്ട് പറഞ്ഞു കൊടക്കല്ല് കാണാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകണം, ഒന്ന് കോഴിക്കോട് റോഡിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് തവനൂർ പോകണം എന്ന് പറഞ്ഞ്. അങ്ങനെ നമുക്ക് അതിനെപ്പറ്റി എനിക്കിപ്പോഴാണ് ഒന്ന് സമാധാനമായത് ശരിക്കും. കാര്യം ഞാൻ ഒരുപാട് കാലമായിട്ട് പുറകെ നടക്കുകയാണ് ഈ ഒരു കൊടക്കല്ല് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു കാര്യം ഇക്ക പറഞ്ഞു തന്നെ. അതേപോലെ തന്നെ ഇക്ക ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു തന്നെ. 2-3 കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നമുക്ക് കൂടുതൽ വിശ്വാസത്തിലെടുക്കാം. കാരണം ഇത് എല്ലാത്തിനും തെളിവുണ്ടാവില്ല. എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെളിവുകൾ കുറവായിരിക്കും. ഇങ്ങനെ കണ്ടറിഞ്ഞതും അവർ കണ്ടെത്തിയ ഐതിഹ്യങ്ങളിൽ കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവരൊരു നിഗമനത്തിലെത്തുന്നത്. അതെ. അപ്പൊ എന്തായാലും ഇക്ക വളരെ താങ്ക്സ്. ഇക്ക നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ കൊടക്കല്ല്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തന്നെ. അതെന്തായാലും നിങ്ങൾക്ക് മുന്നിലേക്ക് ആ ഒരു കൊടക്കല്ല് എത്തിക്കാം. അതിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവിടെ എത്തിയതിന് ശേഷം പറഞ്ഞു തരാം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം എന്തായാലും വളരെയധികം നമ്മളിപ്പം തിരുനാവാഴയിൽ നിന്ന് നേരെ കുറ്റിപ്പുറത്തേക്ക് പോണ റോട്ടില് ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ടേണിങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചതാണ്. എപ്പോഴും നമ്മൾ കാണുന്നതാണ് ഈ ഒരു വഴി. ഇവിടുന്ന് നേരെ നമ്മുടെ ഭാരതപ്പുഴയിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. കേട്ടില്ലേ, എന്ത് രസാന്നറിയോ വണ്ടി പോകുമ്പോ തന്നെ. ശരിക്കും ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ഈ തൊട്ടടുത്ത് കുറച്ച് എന്താ പറയാ വെള്ളത്തിന്റെ ഒക്കെ എന്തൊക്കെയോ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചെറിയ ചെറിയ പെട്ടിപ്പീടിയ. പൊയ്ക്കോ ഇവിടെ നിർത്തണ്ട, ഇപ്പൊ നിർത്തുന്നില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ നല്ല വ്യൂ ആണ് ശരിക്കും. നമുക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി അടിപൊളിയാണ്. ഇവിടെ ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അല്ലേ. എന്തായാലും നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ ഇറങ്ങുന്നതായിരിക്കും വരുമ്പോ. ഓക്കെ, പോവാ. ഓക്കെ, അപ്പൊ വീണ്ടും നമ്മള് കുറ്റിപ്പുറം ഭാഗത്താട്ടോ. ശരിക്കും കൊടക്കല്ല് എന്ന് പറഞ്ഞൊരു സംഭവം കൊടക്കല്ലല്ല ഇപ്പൊ ഉള്ളത്. ശരിക്കും കുറ്റിപ്പുറം തവനൂര് റോട്ടിലാണുള്ളത്. അങ്ങനെയാണ് ഇക്ക പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. എന്തായാലും പോയി നോക്കട്ടെ. അപ്പം കാണാൻ പറ്റിയാൽ അതൊരു ഇതന്നെ ആയിരിക്കും. കുറ്റിപ്പുറം എന്ന് പറയുമ്പം എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യം വരുന്നത് ഈ സംഭവമായിരിക്കും.
ഈ ബ്രിഡ്ജ് ഭാരതപ്പുഴ. തവനൂർ റോഡ് അവിടെ ചോദിക്കണോ നമുക്ക്? അവിടെ എഴുതി വെച്ചു നോക്കിയാ പൊന്നാനി തൃശ്ശൂര് പൊന്നാനി ചാവക്കാട് പൊന്നാനി റൂട്ടായിരിക്കും. ചോദിക്കാം, അവിടെ ചോദിക്കുന്ന നിർത്തിയിട്ട് ചോദിച്ച് പോവാം നമുക്ക്. ചോദിച്ച് ചേട്ടാ തവനൂർ റോഡ് എങ്ങനെ? ഒരു കൊടക്കല്ല് അറിയോ? അതല്ല, ഒരു കല്ല് തന്നെ കാണാമല്ലോ നമുക്ക്, കൊടക്കല്ല് പോലത്തെ. അതന്നെ ആയിങ്കല്ലോ അതന്നെ. കുറച്ച് പോയിണ്ടെങ്കിൽ ലെഫ്റ്റ് കട്ട് ചെയ്യാം. ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരു അമ്പലം കാണാം, അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക്. ഓക്കെ, താങ്ക്സ്. അപ്പൊ നമ്മള് അങ്ങനെ ചോദിച്ച് നമ്മള് സ്ഥലത്തെത്തി കഴിഞ്ഞ് ഇനി എന്താന്ന് പറഞ്ഞാല് ചൂടുകാറ്റ്. ഡോറ് തുറക്കുമ്പോൾ നല്ല ചൂടുകാറ്റാ, നല്ല വെട്ടി നിൽക്കുന്ന സൂര്യനോട്. അപ്പം എന്തായാലും സൺസ്ക്രീൻ ഒക്കെ തേച്ചിട്ട് വേണം ഈ ടൈമിൽ ഇറങ്ങാൻ. സൺസ്ക്രീൻ തേക്കുക, കുറെ സൂര്യകിരണങ്ങൾ നല്ല ചൂടൊക്കെ അടിക്കുന്നതല്ലേ, അപ്പം കുറച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും ഇതിനൊക്കെ ഇറങ്ങുന്ന ടൈമില്. നമ്മളിനി ഇതാ നട്ടപ്പൊരി വെയിലത്താണ് ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സാധനം പോയ പാട് കഴുകി കളയണം കേട്ടോ. ഞാനിത് തേക്കലൊന്നും ഇല്ല, പക്ഷെ സഹിക്കാൻ പറ്റില്ല പുറത്തിറങ്ങി കഴിഞ്ഞാൽ, അതുകൊണ്ട് തേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ പോയി ഇപ്പൊ തന്നെ ആ റെഡ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം എന്തായാലും നമുക്ക് കൊടക്കല്ലിലേക്ക് കടക്കാം. വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യം പിന്നെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന അറിയാം. അപ്പൊ ഞാൻ നമ്മുടെ കൊടക്കല്ലിന്റെ ഫ്രണ്ടിലാണ്. ഞാൻ ഒരുപാട് നമ്മളെ നന്നങ്ങാടിയൊക്കെ ചെയ്തപ്പോൾ അതിന്റെ കൂടെ തന്നെ മുനിയറൊക്കെ ചെയ്ത ടൈമിൽ തന്നെ ഞാൻ ഒരുപാട് ആ ടൈമിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വിചാരിച്ചൊരു സംഭവമാണ് നമ്മുടെ കൊടക്കല്ല്. ഈ കൊടക്കല്ലെന്ന് പറയാൻ തന്നെ ഈ ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ കൊടന്റെ ആകൃതി ഉള്ളതിനെ കൊണ്ടാണ് കൊടക്കല്ലെന്ന് പേര് വന്നത്. പിന്നെ അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരോ, അതായത് കോണ് പോലെ ഇങ്ങനെ കുറേ കല്ലുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ട് വെച്ചിട്ടാണ് ഈ ഒരു അടി ഉണ്ടാവുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ചെത്തി റെഡിയാക്കിയിട്ടുള്ള മിനുക്കിയിട്ടുള്ള ഒരു കല്ലും വെക്കും. അങ്ങനെയാണ് ഈ കൊടക്കല്ല്. ശരിക്കും ഇത് മഹാശിലായുഗത്തിൽ ഇരുമ്പ് യുഗമില്ലേ, ആ ടൈമിൽ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നന്നങ്ങാടിയിലൊക്കെ ആക്കിയിട്ടാണ് വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നന്നങ്ങാടി കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കാണാം. ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കൊടക്കല്ല്. കൊടക്കല്ലിൻ്റെ ഉള്ളിലായിട്ടാണ് ശരിക്ക് നമ്മുടെ നന്നങ്ങാടി വെച്ചിട്ട് മൂടുന്നത്. അതുപോലെ തന്നെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊടക്കല്ല് അതേപോലെ തന്നെ ഈ മുനിയർ പല സ്ഥലത്തും ഇതിനോട് ബന്ധപ്പെട്ട് മഹാശിലായുഗത്തോട് ബന്ധപ്പെട്ടുള്ള മോണുമെന്റ്സ് കാണപ്പെടുന്നുണ്ട്. അതിൽ ഈ കൊടക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ മാത്രം കണ്ടുവരുന്നതാണ്. കൂടുതലായിട്ടും തൃശ്ശൂർ ഭാഗങ്ങളിൽ അതേപോലെ തന്നെ അത്തോളി ഭാഗത്തൊക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ കണ്ടില്ല, കുറച്ച് കുപ്പി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കല്ല് വെറുതെ മണ്ണൊക്കെ മൂടിക്കിടക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല.
അപ്പോൾ എന്തായാലും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ കിട്ടിയ അറിവ് മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്ക് ഷെയർ ചെയ്തിരിക്കുക. പഠിക്കുന്ന കുട്ടികൾക്ക് ചെറുപ്പത്തിൽ നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ളതാണ്, കൊടക്കല്ലായാലും നന്നങ്ങാടിയൊക്കെ ആയാലും. അപ്പോൾ എന്തായാലും അറിയാത്തവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യതയുണ്ട്. സോ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഈ വീഡിയോൻ്റെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂപ്പേഴ്സ് ഉണ്ടാവും. അതായത് നമ്മൾ തെറ്റ് സംഭവിക്കുന്ന കുറച്ച് കോമഡി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ബ്ലൂപ്പേഴ്സ്. അപ്പം ഈ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പറ്റും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ പോയി താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.